CPI ഉൾപ്പെടെയുള്ള മറ്റിടത് പാർട്ടികൾ വിലയിരുത്തുന്നത് പോലെ നരേന്ദ്രമോദി സർക്കാർ ഫാഷിസ്റ്റ് സർക്കാർ അല്ലെന്ന് CPIM. കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന ഘടകങ്ങൾക്കയച്ച രഹസ്യരേഖയിലാണ് ഈ വിലയിരുത്തൽ. BJP സർക്കാർ നവ ഫാഷിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുന്നുവെന്ന് കരട് പ്രമേയത്തിൽ വിലയിരുത്തിയ ശേഷമാണ് ഈ നിലപാട് മാറ്റമെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഫാസിസം, നിയോ ഫാസിസവും നിയോ ഫാസിസ്റ്റ് പ്രവണതകളും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ടാണ് CPM കേന്ദ്ര കമ്മിറ്റി മോദി സർക്കാരിനെക്കുറിച്ചുള്ള നിലപാട് വ്യക്തമാക്കുന്നത്. നവഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടമാക്കുന്നതാണ് BJPക്കും RSSനും കീഴിലുള്ള ഹിന്ദുത്വ കോർപ്പറേറ്റ് ഭരണമെന്നാണ് നാം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ മോദി സർക്കാരിനെ നാം ഫാസിസ്റ്റെന്നോ നവഫാസിസ്റ്റെന്നോ പറയുന്നില്ല. ഇന്ത്യ രാജ്യത്തെ നവഫാസിസ്റ്റ് രാജ്യമെന്നും നാം പറയുന്നില്ല. 10 കൊല്ലത്തെ തുടർച്ചയായ BJP ഭരണത്തിലൂടെ രാഷ്ട്രീയ അധികാരം BJPയുടെയും RSSൻ്റെയും കൈകളിലേക്ക് കേന്ദ്രീകരിക്കുകയും അത് നവഫാസിസ്റ്റ് പ്രവണതകളുടെ പ്രകടനത്തിലേക്കും എത്തിയെന്നാണ് നാം ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ അതൊരു നവഫാസിസ്റ്റ് സർക്കാരായോ രാഷ്ട്രീയ സംവിധാനമായോ വികസിച്ചിട്ടില്ല. നവഫാസിസത്തിൻ്റെ ദിശയിലേക്ക് നീങ്ങുന്ന ഹിന്ദുത്വ കോർപ്പറേറ്റ് സർക്കാരിനെ കുറിച്ചാണ് കരട് രാഷ്ട്രീയ പ്രമേയം സംസാരിക്കുന്നതെന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ വിശദീകരണ കുറിപ്പിൽ പറയുന്നത്. മോദി സർക്കാരിനെ ഫാസിസ്റ്റെന്നോ നവഫാസിസ്റ്റെന്നോ വിലയിരുത്താൻ CPIM ഒരുക്കമല്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. CPI, CPIML തുടങ്ങിയ ഇടതു പാർട്ടികളുടെ സമീപനത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണിത്. മോദി സർക്കാർ ഫാസിസ്റ്റാണോ അല്ലയോ എന്നതിൽ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും മുൻപ് തന്നെ വിരുദ്ധ ധ്രുവങ്ങളിലായിരുന്നു. കരട് രാഷ്ട്രീയ പ്രമേയം പരസ്യപ്പെടുത്തിയ ശേഷം മോദി സർക്കാരിനെ നവഫാസിസ്റ്റായി കാണുന്നില്ലെന്ന് വിശദീകരിച്ചുകൊണ്ടുള്ള രേഖ രഹസ്യമായി അയച്ചത് കാരാട്ടിൻ്റെ രാഷ്ട്രീയ ലൈനിൻ്റെ സ്പഷ്ടീകരണമായി കണക്കാക്കാം. എന്നാൽ കരട് രാഷ്ട്രീയ പ്രമേയം പരസ്യപ്പെടുത്തിയ ശേഷം പിന്നീട് രഹസ്യക്കുറിപ്പ് CPIMൽ പതിവുള്ളതല്ല. 24 തിരുവനന്തപുരം.